ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 16. ഞാൻ ആരാണ്? ഞാൻ നിന്നോടുകൂടെയിരിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. ക്യാമ്പ് ഫയർ വീക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ വലിയ ചോദ്യങ്ങളെക്കുറിച്ച് കിസോംബോ ചിന്തിച്ചു. ഞാൻ എന്താണ് നേടിയത്? അവൻ ചിന്തിച്ചു. വളരെ പെട്ടെന്ന് മറുപടി വന്നു. യഥാർത്ഥത്തിൽ അധികമില്ല. മഴക്കാടിനുള്ളിൽ തൻ്റെ പിതാവ് ആരംഭിച്ച സ്കൂളിൽ സേവനമനുഷ്ഠിക്കാനായി അവൻ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരുന്നു. 2 ആഭ്യന്തര യുദ്ധങ്ങളെ അതിജീവിച്ച പിതാവിൻ്റെ ശക്തമായ കഥ എഴുതാനും അദ്ദേഹം ശ്രമിച്ചു. ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കാൻ ഞാൻ ആരാണ്? കിസോംബോയുടെ സംശയങ്ങൾ മോശയുടേതുപോലെ തോന്നുന്നു. ദൈവം മോശയ്ക്ക് ഒരു ദൗത്യം നൽകിയിരുന്നു. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ മറുപടി പറഞ്ഞു, ഞാൻ എന്തുമാത്രമുള്ളൂ. മോശ പറഞ്ഞ ചില ദുർബലമായ ഒഴിവു കഴിവുകൾക്ക് ശേഷം ദൈവം അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? അതൊരു വടിയായിരുന്നു. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അത് നിലത്തിട്ടപ്പോൾ അതൊരു ജീവനുള്ള സർപ്പമായി മാറി. അവൻ്റെ സഹജാവബോധത്തിനെതിരായി മോശ അതെടുത്തു. അത് വീണ്ടും ഒരു വടിയായി മാറി. ദൈവത്തിൻ്റെ ശക്തിയിൽ മോശയ്ക്ക് ഫറവോനെ നേരിടാൻ കഴിഞ്ഞു. അവൻ്റെ കയ്യിൽ അക്ഷരാർത്ഥത്തിൽ ഈജിപ്തിലെ ഒരു ദൈവം, ഒരു സർപ്പമുണ്ടായിരുന്നു. ഈജിപ്തിലെ ദൈവങ്ങൾ ഏക സത്യദൈവത്തിന് ഭീഷണിയായിരുന്നില്ല. കിസോംബോ മോശയെക്കുറിച്ച് ചിന്തിച്ചു. ദൈവത്തിൻ്റെ ഉത്തരം അവൻ മനസ്സിലാക്കി. നിനക്ക് ഞാനും എൻ്റെ വചനവുമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ദൈവശക്തിയെക്കുറിച്ച് മറ്റുള്ളവർ പഠിക്കുന്നതിനായി പിതാവിൻ്റെ കഥ എഴുതാൻ തന്നെ പ്രോത്സാഹിപ്പിച്ച സുഹൃത്തുക്കളെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം തനിച്ചായിരുന്നില്ല. സ്വന്തം നിലയിൽ നമ്മുടെ മികച്ച പരിശ്രമങ്ങൾ അപര്യാപ്തമാണ്. എന്നാൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറയുന്ന ദൈവത്തെ നാം സ്നേഹിക്കുന്നു, സേവിക്കുന്നു. ചിന്തിക്കുക, ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന എന്താണ് നിങ്ങളിലുള്ളത്? അവൻ നിങ്ങളോട് എന്ത് ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് ചിന്തിക്കാനാണ് ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം.